ഹായ് കൂട്ടുകാരെ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ലൈനിങ് വെക്കുന്ന സ്ലീവിൽ സ്റ്റിച്ച് കാണാതെ എങ്ങനെ തയ്ക്കാം എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം ഈ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് വശം ചെയ്യാവുന്നതാണ്. ഇതിൽ ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. സ്ലീവിലാണെങ്കിലും ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ ബാക്ക് വശം നമുക്ക് ഹെമ്മിങ് ചെയ്യാതെ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് തയ്ച്ചെടുക്കണം. ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ആം ഹോളും ബാക്ക് പീസിൻ്റെ ആം ഹോളും ഒരേപോലെ വെക്കണം. വെച്ചതിന് ശേഷം ലൈനിങ്ങിൽ എവിടെയാണ് അതിൻ്റെ താഴ്വശം വരുന്നതെന്ന് നോക്കാം. അതിൻ്റെ കൂടെ നമുക്ക് നല്ല പീസിൽ വെച്ച് അടിച്ച് തിരിച്ചിടണ്ടേ. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നോക്കാം. ഇത് ഇവിടെ ആയിട്ടാണ് എനിക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ വേണം നമ്മൾ അടിച്ച് പോകാൻ. ഇപ്പോൾ ലൈനിങ് നല്ല വശത്ത് വെച്ച് അടിച്ചു കൊടുക്കണം. ഒരു 1.5 ഇഞ്ച് അല്ല ഒരു 2 ഇഞ്ച് താഴേക്ക് വിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. നമ്മൾ അടയാളപ്പെടുത്തിയ ലൈൻ കൂടെ തയ്ക്കുകയാണ്. സ്ലീവ് ചെയ്ത് സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്, മാറ്റമൊന്നുമില്ല. ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വെച്ച് നോക്കണം, അത്രേ ഉള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് കയറി ഇറങ്ങിയൊക്കെ വരുവാണെങ്കിൽ ആം ഹോളിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് വിടാൻ പറ്റത്തില്ല. കട്ട് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അളവിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ ഈ തയ്ച്ചത് ലൈനിങ്ങിലേക്ക് തിരിച്ച് വെച്ച് മടക്കി അടിച്ചു കൊടുക്കുക. ഈ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് വിടുന്നത്. നല്ല വൃത്തിയായിട്ട് അകത്തേക്ക് മടക്കി വെച്ച് ലൈനിങ് പീസ് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്ത് ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതായിരിക്കും ഇങ്ങനെ മടക്കിയിട്ട് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഇതിനകത്തിപ്പോൾ ഹെമ്മിങ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. സ്റ്റിച്ചിങ് കാണത്തില്ല, ഹെമ്മിങ്ങും ചെയ്യേണ്ട. ഇനി ആംഹോൾ വെച്ച് നമുക്ക് കണ്ടില്ലേ, രണ്ടും ഒരേ അകലമാണ് വരുന്നത്.